ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കും. മരിച്ചയാളുടെ പ്രായം, സ്വഭാവം, അയാളുടെ പ്രശസ്തിയൊക്കെ തന്നെ ഞെട്ടലിനുള്ള കാരണം. കലാഭവൻ നവാസ് മരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോഴും ഈ ഞെട്ടൽ മലയാളി പ്രേക്ഷകർക്കുണ്ട്. കലാഭവൻ മണി, സുബി സുരേഷ്, കൽപ്പന, ഇന്നസെന്റ് തുടങ്ങിയവരുടെ മരണവാർത്ത കേട്ടപ്പോൾ ഉണ്ടായ അതേ ഞെട്ടലാണ് നവാസിൻ്റെ വിയോഗം അറിഞ്ഞപ്പോഴും പ്രേക്ഷകർക്കുണ്ടായത്. പ്രധാനപ്പെട്ട താരങ്ങളല്ലാത്ത അഭിനേതാക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്. അവരുടെ പേര് ജനങ്ങൾക്ക് അറിയില്ല, പക്ഷെ അവരെ കണ്ടാൽ അറിയാം. അതുകൊണ്ട് തന്നെ മരണവാർത്ത വരുമ്പോൾ അയാളുടെ ചിത്രം കാണുമ്പോഴാണ് അയാളായിരുന്നു ഇയാളെന്ന് മനസ്സിലാക്കുന്നത്. നവാസിനെ അങ്ങനെ കൂട്ടേണ്ടതില്ല. എങ്കിൽ പോലും നവാസ് മരിച്ചുവെന്നുള്ള വാർത്തയും ഫോട്ടോയും കണ്ടപ്പോൾ എല്ലാവരുടെയും ചങ്കൊന്ന് പിടച്ചു. എപ്പോഴും മന്ദസ്മിതത്തോടെയും എല്ലാവരുടെയും സന്തോഷത്തോടും സംസാരിച്ചിരുന്നയാളാണ്. ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാനായി തയ്യാറെടുക്കുന്നതിനിടെ മരിച്ചത്. ബ്രിട്ടനിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നതിനിടെയാണ് നവാസിൻ്റെ മരണം സംഭവിക്കുന്നത്. താരത്തിൻ്റെ ഓണാഘോഷം ഇക്കുറി ബ്രിട്ടനിലെ മലയാളികൾക്കൊപ്പമായിരുന്നു തീരുമാനിച്ചിരുന്നത്. അവിടെ നിരവധി പരിപാടികൾ നവാസ് ഏറ്റിരുന്നു. കലാഭവൻ ദിലീപാണ് നവാസിനെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നത്. വിസ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു. ഒരു പ്രത്യേക തീമിലാണ് ഇത്തവണ സ്റ്റേജ് ഷോ ബ്രിട്ടനിൽ നടത്താൻ നവാസും സംഘവും തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നവാസിനുള്ള ഷർട്ടിൻ്റെയും ഷൂസിൻ്റെയും അളവ് വരെ എടുത്തിരുന്നു. UK-യിൽ പരിപാടി അവതരിപ്പിക്കാൻ താൻ വരുന്നുവെന്ന് പറഞ്ഞ് നവാസ് വീഡിയോയും ചെയ്തിരുന്നു. നവാസിൻ്റെ പാസ്പോർട്ട് ഇപ്പോൾ ബ്രിട്ടീഷ് എംബസിയിലാകും. വിസ അടിച്ച് വൈകാതെ അത് തിരിച്ചു വരും. പാസ്പോർട്ട് തിരിച്ചു കിട്ടുമ്പോൾ അത് നോക്കി കരയാൻ മാത്രമേ രഹനയ്ക്ക് കഴിയൂ.